നമുക്ക് ഇങ്ങനെ ഇതുവഴിയുള്ള വാഹനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് കച്ചവടത്തെ ചെറിയ തോതിലെങ്കിലും അത് ബാധിക്കും. അതുകൊണ്ട് ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത് അന്ന് AK കണ്ടേനെ ഇതിന് എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഒരു പ്രമേയം പാസാക്കി. അന്ന് അതിന്റെ ആ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിന്റെ ചെയർമാൻ ഞാനായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി EK നായനാർ, ആദ്യത്തെ EK നായനാർ മന്ത്രിസഭ 82-ൽ. അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ PM അബൂബക്കർ സാഹിബായിരുന്നു. പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും തന്നെ കൂട്ടമായി അവിടെ ഒരു മെമ്മോറാണ്ടം കൊടുക്കുക. എന്താണ് മെമ്മോറാണ്ടം? ദീർഘദൂര ബസ്സുകളെ ഒഴിവാക്കിക്കൊണ്ട് ഹ്രസ്വദൂര ബസ്സുകൾ, അതായത് പറശ്ശിനിക്കടവ്, തളിപ്പറമ്പ്, പഴയങ്ങാടി പോലുള്ള ബസ് വളപട്ടണം വന്ന് തിരിച്ചു പോകുക. ഞങ്ങൾക്കന്ന് അതിനൊരു പ്രചോദനമുണ്ടായിരുന്നത് ആ സമയത്തായിരുന്നു ഫറൂഖ് പാലം ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഫറൂഖ് പാലം ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഫറൂഖിന്ന് ആ വഴി വരുന്ന എല്ലാ വാഹനങ്ങളും ഫറൂഖ് ബസ് സ്റ്റാൻഡിൽ വന്ന് തിരിച്ചു പോവുകയായിരുന്നു. ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ആ സമയത്തായിരുന്നു നീലേശ്വരം ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. നീലേശ്വരം വഴി കടന്നുപോയ ആളുകൾക്കൊക്കെ അറിയാം എന്താണ് നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ ചെന്നുകൊണ്ടാണ് ബസ് നാഷണൽ ഹൈവേയിലേക്ക് തിരിച്ചു വരുന്നത്, കാസർഗോഡ് പോകുന്ന ബസ്സുകൾ. ഞങ്ങൾക്കന്ന് ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ എല്ലാ ഹ്രസ്വദൂര ബസ്സുകൾ ഈ വളപട്ടണം വന്ന് ടച്ച് ചെയ്ത് തിരിച്ചു പോകണമെന്ന് ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ ഈ ബന്ധപ്പെട്ട മന്ത്രിക്കും അതുപോലുള്ള വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അയച്ചു കൊടുത്തു. ആ ഉദ്ഘാടനത്തിന്റെ ദിവസം ഞങ്ങൾ എല്ലാവരും തന്നെ സംഘമായി ചേർന്നുകൊണ്ട് ആ ഒരു മെമ്മോറാണ്ടം മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ PM അബൂബക്കർ സാഹിബിനും നൽകുവാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു പ്രവാസി കൂട്ടായ്മ ഉണ്ടായപ്പോൾ ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗിനും അധ്യക്ഷ പ്രസംഗനൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ആരംഭശൂരരാകരുത്. ഈ തുടക്കത്തിൽ കാണുന്ന ആവേശം അങ്ങത്തോളം ഉണ്ടാവണം. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഈ പ്രമേയം മുഖ്യമന്ത്രിയുടെ കയ്യിലേൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു സമയം നിശ്ചയിച്ചു. ഉദ്ഘാടനത്തിന്റെ ഒരു പ്രകടനമായി ചെല്ലുക, എന്നിട്ട് അത് കൊടുക്കുക, ഞങ്ങൾ ആവലാതികൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. പക്ഷെ എന്താണ് സംഭവിച്ചത്? അന്ന് ഈ പ്രമേയം നൽകുവാൻ ആരും തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഈ നിൽക്കുന്ന ഷാഫി, അതുപോലെ തന്നെ ഒരു സ്നേഹിതനുണ്ടായിരുന്ന ഷുക്കൂർ, ഞങ്ങൾ 3 പേർ ആദ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പ്രമേയം വറക്കുന്ന കൈകളോടുകൂടി ഞങ്ങൾ കൊടുത്തു. അതിന് ഫലമുണ്ടായിരുന്നില്ല. പിന്നീട് സുദിനം, മാധ്യമല്ല അന്നത്തെ ലീഗ് ടൈംസ് അതുപോലുള്ള പത്രങ്ങളിൽ നിരന്തരം ആക്ഷേപാഭിപ്രായങ്ങളും പോരഭക്തിയിലും എഴുതിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ പേര് മാറ്റിക്കൊണ്ട് എഴുതി. കാരണം പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഫലമായി നിങ്ങൾ ഓർക്കണം, ഞങ്ങൾക്ക് അവിടെ 2 ട്രാൻസ്പോർട്ട് ബസ്സുകൾ അനുവദിച്ചു കിട്ടി. അഴീക്കൽ പഴയങ്ങാടിയിൽ നിന്ന് വളപട്ടണം വന്ന് അഴീക്കലേക്ക് പോകുന്നത് ഒരു ബസ് നസീർ ഓർക്കുന്നുണ്ടാവും. പിന്നൊന്ന് പറശ്ശിനിക്കടവെന്ന് വളപട്ടണം വന്ന് അഴീക്കോട് വഴി പോകുന്ന മറ്റൊരു ബസ്, ട്രാൻസ്പോർട്ട് ബസ്. അത് റോഡിന്റെ പരിമിതിയും ആളുകളെ കിട്ടാനില്ല എന്ന പരാതിയും പറഞ്ഞ് അത് തകർന്നു. ആരും ശബ്ദമുയർത്താനുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ഈ ആരംഭശൂരരാണ് വളപട്ടണക്കാരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എന്റെ വളപട്ടണക്കാരനെ കൊണ്ട് പറയുന്നത് കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ ഈ തുടക്കത്തിൽ കാണുന്ന ആവേശം അവസാനം വരെ കാണിക്കണം. പിന്നെ മറ്റൊന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് ബീഡി വ്യവസായം പോലെ തന്നെ തടിമല വ്യാപാരത്തിന്റെ മലഞ്ചരക്ക് വ്യാപാരത്തിന്റെ വാണിജ്യ കേന്ദ്രമായിരുന്നു വളപട്ടണം. മലഞ്ചരക്ക് വ്യാപാരം മലയോര പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചു. സ്നേഹിതന്മാരെ, പണ്ട് വളപട്ടണത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എല്ലാ ചെറുകിട അതിന്റെ വിപണന കേന്ദ്രം വളപട്ടണമായിരുന്നു. വളപട്ടണം സംഭരിച്ചുകൊണ്ട് അത് മറ്റു കൈവണ്ടികളിലും മറ്റും വേഗനിലേക്ക് കയറ്റി സംസ്ഥാനത്തിന്റെ പുറത്തും വിദേശങ്ങളിലും കയറ്റി അയച്ചുകൊണ്ടിരുന്നു. ആ മലഞ്ചരക്ക് വ്യാപാരം എന്ത് സംഭവിച്ചു? മലയോര പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചതോടുകൂടി വളപട്ടണത്തിന്റെ മലഞ്ചരക്കിന്റെ കുത്തക നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് നാഷണൽ ഹൈവേ വന്നുകൊണ്ട് സംഭവിച്ചതല്ല. അതുപോലെ തന്നെയായിരുന്നു തടി വ്യവസായം. പണ്ട് തടി വ്യവസായം പുഴയായി ബന്ധപ്പെട്ടതായിരുന്നു. ഇന്ന് കൊച്ചു കൊച്ചു സോമില്ലുകൾ എല്ലാ പ്രദേശങ്ങളിലുമുണ്ട്.
കോഴിക്കോട് കല്ലായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂമില്ലുകൾ ഉണ്ടായിരുന്ന നാട് വളപട്ടണമായിരുന്നു. പക്ഷെ വളപട്ടണത്തെ ഇന്ന് ആശ്രയിക്കാതെ തന്നെ ഇന്ന് മരം വീർന്നുകൊണ്ട് തടിയുണ്ടാക്കാൻ സൗകര്യങ്ങളുള്ള ഓരോ പ്രദേശങ്ങളായി ഉത്ഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. ആ രീതിയിൽ വളപട്ടണത്തെ അങ്ങേയറ്റം ഈ വ്യാപാര മേഖലകളിൽ നിന്ന് നാടിന്റെ പുരോഗതിക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നാം ഉണർന്ന് പ്രവർത്തിച്ചില്ല. അതുപോലെ തന്നെയായിരുന്നു ചകരി വ്യവസായം, പൂഴി, എന്തിനധികം പറയുന്നു, ഉരു അഴീക്കലാണെങ്കിലും കൂടി ഉരുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകളും നടന്നിരുന്ന വളപട്ടണത്തായിരുന്നു. ഇന്ന് നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ വർദ്ധിച്ചതോടുകൂടി ഉരു എന്നുള്ളത്, മഞ്ജു എന്നുള്ളത് നഷ്ടപ്പെട്ടു. അതും വളപട്ടണത്തിന് ഏറ്റ മറ്റൊരു ആഘാതമാണ്. നാഷണൽ ഹൈവേയുമായി ബന്ധം അത് ഈ നമ്മുടെ പുതിയ റോഡ് പാലം വന്നതുകൊണ്ട് സംഭവിച്ചതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു തലമുറ അങ്ങനെ തന്നെ തെറ്റിദ്ധരിക്കുകയാണ്. റോഡ് പാലം വന്ന് വളപട്ടണം ഇടിഞ്ഞു എന്നുള്ളത് അല്ല. വളപട്ടണത്തിന് സംഭവിച്ചത് ചരിത്രപരമായ ഒരു അധംപതനമായിരുന്നു. അത് ചരിത്രത്തിൽ സംഭവിക്കേണ്ടതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നാടിന് അനുഗ്രഹമായി എത്തി കുറച്ച് ആൾക്കാർ. ആരാണ്? കിടക്ക തുന്നുന്ന ആൾക്കാർ, കിടക്കക്കാർ. അങ്ങനെ പൊട്ടിയും പൊളിഞ്ഞ കുറെ മാടങ്ങൾ, കുറെ കടകൾ അവർക്ക് കിടക്കാനും പണിയെടുക്കാനും അനുഗ്രഹമായി കിട്ടി. നാട്ടുകാർക്ക് കിട്ടിയ പൈസ, കിട്ടുന്ന കാശ് വാടകയിനത്തിൽ കിട്ടി, അവരും പോയി. അങ്ങനെ പറഞ്ഞാൽ വളപട്ടണക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളപട്ടണം എന്നുള്ളത് എന്നും വളപട്ടണക്കാരായിരുന്നില്ല. ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ വളപട്ടണക്കാരെ എന്ന് പറയുന്നത് കേവലം ഒരു 20% ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ഇക്കാടുകളും പാമ്പുരത്തി, ചെങ്ങളായി, അതുപോലെ തന്നെ പയ്യന്നൂർ, ഇവിടുന്നൊക്കെ വന്ന് കുടിയേറി താമസിച്ചവരാണ്. എന്തിനധികം പറഞ്ഞു, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, ആദരിച്ചിരുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി കുഞ്ഞമ്മദാജിക്ക പോലും, ഞങ്ങൾ 40 വർഷം ഭരിച്ചിരുന്ന സി കുഞ്ഞമ്മദാജിക്ക പോലും വളപട്ടണക്കാരായിരുന്നില്ല. അദ്ദേഹം ചെങ്ങളായി 4-ലകത്താണ്. വളപട്ടണം ഇന്നും നിലനിർത്തുന്ന ആന്ധ്രക്കാരും അതുപോലെ തന്നെ തമിഴന്മാരും ആസാമികളുമാണ്. അവരും കൂടി ഇല്ലെങ്കിൽ വളപട്ടണത്തിന്റെ അവസ്ഥ കുറുക്കൻ ഓരയിടുന്ന ഒരു കുഗ്രാമത്തിന്റെ നിലയിലേക്ക് എല്ലാം ഇന്ന് വേറെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ വളപട്ടണത്തിന്റെ പരാധീനതകൾ എണ്ണി പറഞ്ഞുകൊണ്ട് പലരും വളപട്ടണത്തിന് കുടിയേറി മാറി താമസിച്ചു. എങ്ങോട്ട്? കൊളോത്തുവയൽ, പാപ്പിൻശ്ശേരി, പൂതപ്പാറ, അലവിൽ. അതേസമയം വളപട്ടണത്തിലേക്ക് ആരും തന്നെ കടന്നു വരുന്നില്ല. ഇതൊന്നും തന്നെ നാഷണൽ ഹൈവേന്റെ അല്ല. എന്റെ സമയപരിമിതി നിന്നുകൊണ്ട് വളപട്ടണത്തിന്റെ ചരിത്രപരമായ പൗരാണികതയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ വളപട്ടണ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതിനിടയിൽ ഇവിടെ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചതുകൊണ്ട് ഒരു ചെറിയ അഭിപ്രായം കൂടി ഇതിനു മുമ്പ് പറയുകയാണ്. ഇത് വളപട്ടണം എന്ന വളപട്ടണക്കാരുടെ, വളപട്ടണ പ്രവാസികളുടെ, നിവാസികളുടെ സംഘടന എന്നുള്ള നിലക്ക് ഇതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുകയും സാമുദായിക ചിന്തകൾക്ക് അതീതമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കിതിന്റെ ഒരു മതേതര സ്വഭാവം കൂടി ഉണ്ടായിക്കൂടെ? ധാരാളം അമുസ്ലിങ്ങൾ വളപട്ടണക്കാരായിട്ടുണ്ട് ഇവിടെ പല മേഖലകളിലും. അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണ്ടേ? എങ്കിലല്ലേ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ വളപട്ടണം കൂട്ടായ്മ എന്ന് വരികയുള്ളൂ. അതല്ലെങ്കിൽ ഇതൊരു സാമുദായിക സംഘടനയായി അതമ്പതിക്കുകയില്ലേ?